ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ. ഇന്നെന്താ അത്താണ്. എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയോ? ഞാനിന്ന് എണീക്കാൻ തന്നെ ലേറ്റായി. 6:45 ഇന്ന് സൺഡേ ആണല്ലോ. ആർക്കും പോകാനൊന്നുമില്ല, വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എണീക്കാനും ലേറ്റായി. 6:45. അല്ലെങ്കിലും നേരത്തെ എണീക്കാറൊന്നും ഇല്ല ഒക്കെ. എന്നാലും നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് 9 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടികളും കഴിയും. ചോറ് കറി എല്ലാം കഴിയും. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ സൺഡേ ഒരു മടിയുള്ള ദിവസമാണല്ലോ. എണീക്കാനേ തോന്നില്ല. അല്ലെങ്കിലും എണീക്കാൻ തോന്നാറുമില്ല കേട്ടോ. ഭയങ്കര മടിയാണ് രാവിലെ എണീക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇന്ന് അത്തപ്പൂക്കളൊക്കെ ഒരുക്കി എണീറ്റ പാടും മുറ്റൊക്കെ അടിച്ചു വാരി ചാണം മെഴുകി. പൂക്കളൊന്നും ഇല്ല ഇന്ന് കേട്ടോ. എല്ലാ പ്രാവശ്യവും വാങ്ങിക്കാറുണ്ട് പുറത്തുനിന്ന്. ഇന്നിപ്പോൾ പൂക്കളം നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിപ്പൂവും അതുപോലെ മന്ദാരം, പിന്നെന്താ മുക്കുറ്റി, പിന്നെ കുറച്ച് ചിലനിപ്പൂവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ടൊന്ന് നമ്മൾ അത്തപ്പൂക്കൾ ഒരുക്കാൻ വിചാരിച്ചു. അത്തപ്പൂക്കളൊക്കെ ഒരുക്കി വന്നപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടോ. അപ്പോൾ ഇന്നലെ കിടക്കാൻ നേരത്ത് നമ്മൾ വിചാരിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇതിപ്പോൾ അത്തപ്പൂക്കളും ഇട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് സമയമായി. ഇനി ചപ്പാത്തി മാവ് കുഴയ്ക്കണം, പരത്തണം, ചുടണം. അപ്പോഴേക്കും സമയം ഒരുപാടാവും. അപ്പോൾ നമ്മുടെ എളുപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ, ഒന്ന് പുട്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പഴം ഇരിക്കുന്നുണ്ട്, പഴം പുഴുങ്ങണം, പപ്പടം കാച്ചണം, പിന്നെന്താ എഗ്ഗ് ഉണ്ട്, അതും വേവിക്കണം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴം പപ്പടും എഗ്ഗാണ് കേട്ടോ. പെട്ടെന്ന് പണി കഴിയണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ പുട്ട്. അപ്പം ഞാനിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അനിയൻ്റെ മോന് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ കർക്കിടകം 30 അപ്പം ഇന്നപ്പോൾ അമ്പലത്തിൽ അന്നദാനം ഉണ്ട്. അപ്പോൾ അവൻ പറയാണ് നമുക്കിന്ന് എല്ലാവരും കൂടി അന്നദാനത്തിന് പോകാമെന്ന് പറയുകയാണേ. ഞാനില്ല പറയുക. നമുക്കൊരു ദിവസം ഒരു ഞായറാഴ്ച കിട്ടണതാണ്. ഒരുപാട് പണികളുണ്ടായിരിക്കും. എല്ലാ ദിവസവും ഓട്ടമല്ലേ. ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും നേരത്തെ പോകുന്ന കാരണം ചായയൊക്കെ കുടിച്ച് നേരത്തെ പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും വിശപ്പ് തുടങ്ങി ഇറക്കണം കേട്ടോ. അവരുടെ മക്കളും അച്ഛനൊക്കെ ചായക്ക് ധൃതി കൂട്ടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് എഗ്ഗ് വേവിച്ച് വെച്ചതിൻ്റെ തോട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് മീൻ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ്. കൂന്തളാണ് മീൻ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആളവിടെ പറയുന്നുണ്ട് എനിക്കിന്ന് എഗ്ഗ് വേണം പറയുകയാണ്. ആൾക്ക് കൊളസ്ട്രോൾ ആയ കാരണം ഞാൻ കൊടുക്കാറില്ല, എഗ്ഗൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ. തരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി വിശക്കണമുണ്ട്, നേരെ ഒരുപാടായി. അപ്പം ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? വേഗം ചായ പരിപാടിയിലേക്ക് പോകട്ടെ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ശരി, എല്ലാവർക്കും ബായ്. താങ്ക് യു.